ചെയ്ത മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഐശ്വര്യ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ബംഗളൂരുവിലേക്ക് മാറ്റിയിരുന്നല്ലോ. കുടുംബവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. തുടർ ചികിത്സയിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ആശുപത്രിയുടെ ഒക്കെ ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ബംഗളൂരുവിലെ ഹെൽത്ത് കെയർ ഗ്ലോബൽ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത്. അദ്ദേഹത്തിന്റെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. ഏതൊക്കെ രീതിയിലുള്ള ചികിത്സാ രീതികൾ വേണം എന്നത് സംബന്ധിച്ച് ഇന്ന് ഒരു വ്യക്തമായ ഒരു അറിയിപ്പ് മാധ്യമങ്ങൾക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. അദ്ദേഹം മരുന്നുകളോടൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ചികിത്സാ രീതിയിലായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആരോഗ്യ വിദഗ്ധർ, ആശുപത്രിയിലെ ആരോഗ്യ വിദഗ്ധരൊക്കെ തന്നെ പരിശോധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് നിരവധി പരിശോധനകൾ നടത്തി അതിന്റെ റിപ്പോർട്ടുകൾ വന്ന ശേഷമായിരിക്കും തുടർ ചികിത്സാ രീതി ഏത് തരത്തിൽ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. എന്തായാലും എല്ലാവരും അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കാനാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലായാലും അല്ലെങ്കിൽ ഏത് വിധേനയും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഏത് രീതിയിലാണ്, അദ്ദേഹത്തിന്റെ ആരോഗ്യം തൃപ്തികരമാണോ എന്നറിയാനാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരും എല്ലാം ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഒട്ടാകെ അത്തരത്തിലുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഏത് രീതിയിലാണെന്ന് അറിയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് സാഹചര്യം. എന്തായാലും തലസ്ഥാനവും ആ തരത്തിൽ ഇന്ന് വാർത്താ കേന്ദ്രമാണ്. തലസ്ഥാനത്ത് നിന്ന് നമുക്കറിയേണ്ട മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തായാലും ഐശ്വര്യ, ഞങ്ങൾ തിരിച്ചു വരാം. ഞങ്ങൾ തയ്യക്കാവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മലബാർ മേഖലയുടെ ചില കാഴ്ചകൾ കണ്ട ശേഷം നമുക്ക് മടങ്ങി വരാം, അല്ലേ?